കേരള സർക്കാർ എടുത്ത തീരുമാനം വളരെ നല്ല തീരുമാനമാണ്. ഈ CJP എന്ന് പറയുന്ന ഒരു സംഘടന എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുടെ അവകാശം നേടിയെടുക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ആ വിദ്യാർത്ഥി സംഘടന മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ഏജൻസികൾ സമരം ചെയ്ത് അത് നേടിയെടുത്തെങ്കിൽ ഒരിക്കലും അതൊരു കുറ്റമല്ല, അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ അതിനെതിരെയുള്ള കേസ് പിൻവലിച്ചതിൽ നല്ലൊരു അഭിപ്രായം. കാരണം CJP പറഞ്ഞാൽ നല്ലൊരു പ്രവർത്തനമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ജെൻസി കിഡ്സ് ആയാലും അവര് CJP അവിടെ ജന്തർ മന്ദറിൽ അവർ ചെയ്ത പ്രൊട്ടസ്റ്റ് പറഞ്ഞാൽ വളരെയധികം നല്ലൊരു കാര്യമായിരുന്നു ചെയ്തത്. കാരണം ഈ തലമുറ പരിശോധിച്ചത് അവരുടെ ഭാവിക്ക് വേണ്ടിയും അവരുടെ വളർന്നു വരുന്ന മക്കൾക്ക് വേണ്ടിയാണ്. അതിനെതിരെ പരിശോധിച്ചതിനെതിരെ കേസെടുക്കുക എന്ന് വെച്ചാൽ ഏറ്റവും ബാഡായുള്ളൊരു തീരുമാനമായിരുന്നു. ഏറ്റവും നല്ലൊരു തീരുമാനപ്പെടുത്ത് കേസ് ഒഴിവാക്കിയത് അത് നല്ലതാ. കാരണം അവർ നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ അത് ചെയ്യണത് തന്നെ. കാരണം നീറ്റ് പരീക്ഷ എത്രയും കഷ്ടപ്പെട്ട് കുട്ടികൾ പഠിച്ചിട്ട് കുറച്ച് പൈസ ഉള്ളവർക്ക് വേണ്ടിയിട്ട് നടത്തേണ്ടതല്ലല്ലോ അത് ചോർന്നത് തന്നെ. അത് ഒരു ഗവൺമെന്റ് ഫോൾട്ട് ആയിട്ടാണ് അതിൽ കാണുന്നത്. പിന്നെ ആ കേസ് കാരണം അവരതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തത്, അത് കേസ് ഒഴിവാക്കി നല്ല കാര്യം. കേരള സർക്കാർ എടുത്ത തീരുമാനം വളരെ നല്ല തീരുമാനമാണ്. ഈ CJP എന്ന് പറയുന്ന ഒരു സംഘടന എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുടെ അവകാശം നേടിയെടുക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ആ വിദ്യാർത്ഥി സംഘടന മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അത് നല്ല പോലെ വളരാനുണ്ട്. ഇനിയും ഓരോ വിദ്യാർത്ഥികളുടെ നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേസുകൾ പിൻവലിച്ചത് കേരള സർക്കാർ അത് ഏറ്റവും നല്ല രീതിയിലാണ് അതിനെതിരെ നടപടിയെടുത്തത്. ഒരുപാട് ആൾക്കാര് കുറെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിനെതിരെ ഒരാൾ സമരം ചെയ്തിട്ട് ഇപ്പൊ നമ്മളെ ആവശ്യം നമ്മൾ നേടിയെടുക്കുന്ന പോലെയാണ്. ലൈക്ക് ഇതൊരു ഇൻഡിപെൻഡന്റ് രാജ്യമാണെങ്കിലോ ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണെങ്കിൽ പോലും നമ്മളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു സമരം ചെയ്തിട്ട് നമ്മൾ നേടിയെടുക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. എന്നിരുന്നാൽ പോലും നമ്മളെ ഏജൻസികൾ സമരം ചെയ്ത് അത് നേടിയെടുത്തെങ്കിൽ ഒരിക്കലും അതൊരു കുറ്റമല്ല, അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ അതിനെതിരെയുള്ള കേസ് പിൻവലിച്ചതിൽ നല്ലൊരു അഭിപ്രായം. അത് വളരെ നല്ല കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ വിദ്യാർത്ഥി സംഘടനകൾ വെറുതെ അല്ല സമരം ചെയ്തതും അവരൊന്നും ജയിലിൽ പോയതും. അതായത് നാളെ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, നിങ്ങളെ അനിയന്മാരും അല്ലെങ്കിൽ നിങ്ങളെ മക്കളൊക്കെ ഈ അവസ്ഥ വരാം. ഒരു പക്ഷേ ഇപ്പോഴത്തെ മന്ത്രിമാരെ മക്കൾക്ക് വരെ ചിലപ്പോൾ നാളെ അങ്ങനത്തെ അവസ്ഥ വരാം. നീറ്റ് എക്സാം എഴുതി എല്ലാം കഴിഞ്ഞ് കിട്ടുമെന്ന് ഉറപ്പുള്ളൊരു കുട്ടിക്ക് അവസാനം പറയാണ് എക്സാം റദ്ദാക്കി. എത്ര വിഷമം ഉണ്ടാവും? ജെന്യൂൻ ആയിട്ടുള്ള റീസൺ അല്ലേ? അപ്പോൾ വളരെ നല്ല കാര്യമാണ് സർക്കാർ ചെയ്ത്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. അല്ലാതെ BJPക്കാരെ താങ്ങി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം തന്നെ ഒരു എന്താ പറയുക, RSSന്റെ ഒരു നേതാവ് തന്നെയാണ് ഇപ്പോൾ പുതിയ മന്ത്രിയായ. എങ്ങനെ ഉണ്ടാവും അറിയില്ല. നന്നായി ഭരിക്കുക, ആര് ഭരിച്ചാലും നല്ലോണം ഭരിക്കുക. അത് സർക്കാരിന്റെ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത കാരണമാണല്ലോ അങ്ങനെ നീറ്റ് എക്സാമിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഓരെന്നെ അതിന് നല്ലൊരു തീരുമാനം എടുക്കേണ്ടതാണ്. പ്രശ്നങ്ങൾ ഇനിയും അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയുള്ളൊരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അത് കേന്ദ്രത്തിലും അങ്ങനത്തെ ഒരു നടപടിയാണ് സ്വീകരിക്കേണ്ടത്. പിന്നെ സർക്കാർ സ്റ്റുഡൻസിന് സപ്പോർട്ടായിട്ടാണല്ലോ നിൽക്കേണ്ടത്. കേസ് സർക്കാർ ഒഴിവാക്കി എന്ന് പറയുമ്പോഴും ഡൽഹി പോലീസ് ഐഷ ഘോഷിനെ AKG ഭവനിൽ കയറിയിട്ട് പിടിച്ചുകൊണ്ടുപോകാൻ നോക്കി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്ന കാഴ്ച നമ്മൾ കണ്ട്. അതിനെതിരായിട്ട് ഐഷ ഘോഷ് കോടതി പോയിട്ട് അപ്പീൽ വാങ്ങി റദ്ദാക്കിയിട്ടാണല്ലോ കേരളത്തിലെ കേസ് നിലവിൽ ഒഴിവാക്കി എന്ന് പറയുമ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് വേടൻ അടക്കമുള്ള റാപ്പേഴ്സ് അതിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ അവർക്ക് കണ്ടാലറിയണ 100-ലധികം ആൾക്കാരെ പേരിൽ കേസെടുക്കാനാണ് കേരള സർക്കാർ ഉത്തരവിട്ട്. പക്ഷെ അത് അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ റദ്ദാക്കി. കാരണം CJP പറഞ്ഞാൽ നല്ലൊരു പ്രവർത്തനമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ജെൻസി കിഡ്സ് ആയാലും അവർ CJP അവിടെ ജന്തർ മന്ദറിൽ അവർ ചെയ്ത പ്രൊട്ടസ്റ്റ് പറഞ്ഞാൽ വളരെയധികം നല്ലൊരു കാര്യമായിരുന്നു ചെയ്തത്. അതേമാതിരി മാനാഞ്ചിറയിലും ബീച്ചിലും അവിടെ എല്ലാ സ്ഥലത്തും പ്രൊട്ടസ്റ്റുകൾ നടന്നിട്ടുണ്ട്. അതിന്റെ ബേസ് ആയിട്ട് അത് ശരിക്കും സർക്കാർ ചെയ്ത നല്ലൊരു കാര്യമാണ്. കാരണം കേസ് ഒരിക്കലും എടുക്കരുത്. കാരണം നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയാണ് പ്രൊട്ടസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് ഇനി ഡൽഹിയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ചെയ്ത കാര്യം നല്ലൊരു കാര്യമാണ്. അതിപ്പോൾ നിങ്ങളെ മോനാണെങ്കിലും എൻ്റെ അനിയനാണെങ്കിലും നീറ്റ് എഴുതിയ നീറ്റിൽ പൊട്ടിയുണ്ടെങ്കിലും ആ ഒരു ഭയങ്കര കാരണം ഡിപ്രഷൻ എന്ന് വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തിൽ ജെൻസി എന്ന് വെച്ചാൽ ഡിപ്രഷൻ ഭയങ്കര ബാഡാണ്. നമ്മൾ ഈ സമയത്ത് ഡിപ്രഷൻ ഭയങ്കര കൂടുതലാണ്. നല്ല പ്രൊട്ടസ്റ്റ് ആണ്. പിന്നെ കേരള സർക്കാർ ഫസ്റ്റ് ചെയ്ത വെച്ചാൽ കേസ് എടുക്കാന്നല്ലേ, അത് മാറ്റി ഒരു കേസ് എടുക്കാന്ന് വെച്ചാൽ നല്ലൊരു നിലപാടാണ് ഞാൻ ചെയ്തത്. കാരണം ഡൽഹിയിലും അങ്ങനെ കുറേ സംഭവം നടന്നിരിക്കണ്. ആ കുട്ടികളെ വീട്ടുകാർക്ക് 1.5 കോടി രൂപ പൈസ കിട്ടിക്കണുള്ള കാര്യത്തിൽ നല്ലൊരു നിലപാടാണ്. അപ്പം അത്രേ ഉള്ളൂ. സർക്കാർ ഇതേപോലെ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്താൽ മതി.